ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, ദ റബൽ സ്റ്റാർ പ്രഭാസിന്റെ പുതിയ പടം ദ രാജ് സാബ്. ഇത് ജനുവരി 9-നാണ് റിലീസ്. നമ്മുടെ ജനനായകന്റെ കൂടെ ക്ലാഷ് ഉള്ള പടമാണ്. യെസ്, തലപതി വേഴ്സസ് റബൽ സ്റ്റാർ. ആൻഡ് ഈ പടത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ കേട്ടറിവാണ്, ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു ഹൊറർ കോമഡി മൂവി ജോണറാണ്. ആൻഡ് പ്രഭാസിന്റെ ബാഹുബലിക്ക് ശേഷം പേഴ്സണലി എനിക്ക് ഒരു പടം അത്ര ഹാപ്പി അല്ലെങ്കിലും ഉള്ളതിൽ ഭേദം എനിക്ക് സലാറായിട്ടാണ് ഫീൽ ആയത്. അതിനുശേഷം എനിക്ക് പ്രഭാസിന് ഒരു പഴയ റേഞ്ചിന് കിട്ടിയിട്ടില്ല. ഇതെന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ ഈ പടം എങ്ങനെ വരും നമുക്ക് ട്രെയിലർ കണ്ടിട്ട് തീരുമാനിക്കാം. യെസ്, ഒന്ന് ആലോചിക്കണം. ജനനായകന്റെ കൂടെയാണ് ക്ലാഷ്. വിജയന്റെ അവസാനത്തെ പടം വൺ ഹൈപ്പിൽ വരുന്ന പടമാണ്. ആൻഡ് ദിസ് ഇസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള മറ്റൊരു നടനാണ് പ്രഭാസ്. സോ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഈ ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയുണ്ട് നമുക്ക് തീരുമാനിക്കാം പടം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ഗായ്സ്, സോ നമുക്കൊന്ന് നോക്കാം. నానమ్మా, ఈ ప్రపంచంలో నీకు అన్నీ మర్చిపోయే రోగం ఉన్నా ఆయన మాత్రం అస్సలు మర్చిపోలేవు. గంగమ్మ, మన టైం స్టార్ట్ అయింది. లవ్ యూ. అలాగే రాజా సాబ్. కనకరాజు, నాకు నీ గురించి తెలుసుకోవాలని నిన్ను చాలా మిస్ అయ్యా. చిక్కినావు, చక్కగా వచ్చి వలలో పడినావు. మిస్ యూ టు రాజా సాబ్. ഗായ്സ്, സംഭവം ഒരു ബ്രഹ്മാണ്ഡമായിട്ട് പടം എടുക്കാനാണ് പ്ലാൻ. പക്ഷെ VFS ഒക്കെ എവിടേക്കോ ഒന്ന് കണ്ടോക്കെ ബാക്കി. ఈ ఇల్లు ఒక మైసభ. ఇక్కడికి రావడమే కానీ ഓ, അതെനിക്ക് ഇഷ്ടമായി. వెళ్ళాలంటే మీ తాత సంతకం కావాలి. థింగ్స్, పెయింటింగ్స్, ఆర్కిటెక్చర్ ప్రతిదీ హిప్నటైజ్ చేసి మీరు ట్రాన్స్లోకి వెళ్ళేలా చేస్తున్నాడు. తాతొచ్చాడయ్యా. He knows ఎవరు ఎందులో వీకుంటారో దాన్ని టార్గెట్ చేస్తాడు. సాధారణ స్త్రీ గంగమ్మ కాదు, గంగాదేవి. దేవనగర సంస్థ జమీందారి గంగాదేవి. వేరే వరల్డ్ సృష్టించుకొని ఆ వరల్డ్ మనం ఉండి ఇక్కడ వాడితో యుద్ధం చేయాలి. ఇక్కడ నుండి నీ కాలు కదలాలంటే అయితే ఏంద్రి ఇప్పుడు he took him into his trance. എന്നടാ പണി വെച്ചിരിക്ക, എന്നാടാ ഇത്? അയ്യോ എൻ്റെ മോനെ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എന്തൊരു കൂറ ട്രെയിലറാണത്. എടാ, എന്താണ് ഇവര് പൈസ വെളുപ്പിക്കാനുള്ള പരിപാടിയാണത്? ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാനുള്ള പരിപാടിയാണോ? എന്താണ് അവസ്ഥ? ഇത്രയും ബ്രഹ്മാണ്ഡമായിട്ട്. എടാ, ഇയാളൊക്കെ പൊട്ടൻഷ്യൽ നന്നായിട്ട് എന്തെല്ലാം ആ പ്രശാന്ത് നീലിനൊക്കെ അത്യാവശ്യം ഇദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി പടർത്തുന്നുണ്ട്. ഇത് എന്തോന്ന് അപരാധമാണ് മാൻ. പിന്നെ DC യൂണിവേഴ്സ്, ജോക്കർ, ക്യാപ്റ്റൻ അമേരിക്കന്റെ ഷീൽഡ്, എടുത്തു പറയണ കുറേ കോമഡി സീൻ. ഈശ്വരാ, എനിക്ക് കണ്ടിട്ട് സങ്കടം തോന്നി. എന്ത് കൂറ ട്രെയിലറാണ് അത്, എന്ത് കൂറ ട്രെയിലറാണ് അത്. എന്നാലും വിജയ് ഫാൻസിന് സന്തോഷിക്കാൻ ഒരു അവസരമാണിത്. എന്റെ മോനെ,
ഈ സഞ്ജയ് ദത്ത് ഉണ്ട് വെച്ചിട്ട് എല്ലാരും പിടിച്ചു കൊണ്ടുപോകണം ഇയാൾക്ക് അല്ലെ. അയാളൊന്നും കുറ്റം പറയേണ്ട ആള്. ഇയാൾക്ക് ഈ പ്രഭാസിന് തന്നെ അത്യാവശ്യം പൈസക്ക് വേണ്ടി അഭിനയിക്കണം. എനിക്ക് അറിയില്ല, എന്തായാലും പൈസക്ക് വേണ്ടി അഭിനയിക്കും. എന്നാലും ഇത് നല്ല എല്ലാരും നന്നായിട്ട് ചാമ്പുന്നുണ്ട് ഇയാളെ, നന്നായിട്ട് ചാമ്പുന്നുണ്ട്. എന്റെ മോനെ ഹനുമാന്റെ ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ, എന്റെ മോനെ എന്ത് കൂറ ട്രെയിലറുടെ ലാസ്റ്റ് എന്ത് അവരാധ മേക്കപ്പാ മാൻ. ఇదొక ఆరుడు പറയാൻ ആര് കേൾക്കാൻ. തെലുങ്ക് ബായ്സ്, ഐ മീൻ തെലുങ്ക് ഫ്രണ്ട്സ്, నేను చాలా ഡേഞ്ചറസ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രതീക്ഷയില്ല മക്കളെ. ഇതൊക്കെ നിങ്ങൾ ഉറപ്പൊരു 100 കോടി കൺഫേം ആണ് പടത്തിന്, 100 കോടി മിനിമം. പക്ഷെങ്കിൽ മുടക്കിയ പൈസ കിട്ടൂല. പക്ഷെ മുടക്കില്ലല്ലോ പൈസ മുടക്കിയത് പ്രഭാസിന് കൊടുക്കാനല്ലേ, അല്ലാണ്ട് സിനിമയ്ക്ക് എന്ത് പൈസ മുടക്കല് ഉണ്ടാക്കി എന്ന് വരെ പറയണേ. തമന്റെ BGM എല്ലാം വേസ്റ്റ് ആവും. എന്തോന്നടാ ഈ 2005-ലും 2010-ലെ VFX ഒക്കെ ആയിട്ട് വരുന്ന CGI ഒക്കെ ആയിട്ട് എന്തോന്നടാ അതൊക്കെ. അവർക്കൊന്ന് 2026 ഈ പടമാണ് നിങ്ങൾ കണ്ടു തുടങ്ങുന്നെങ്കിൽ മക്കളെ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പൊന്നു മോനെ, പ്രഭാസ് ഫാൻസിനെ ട്രിഗർ ചെയ്യല്ല, എനിക്ക് നിങ്ങളോട് സഹതാപാണ്. നമ്മൾക്കൊക്കെ എന്ത് ചെയ്യാനാണ്, നമുക്കല്ല പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ നല്ല പടം വരണേ, നല്ല സിനിമ അഭിനയിക്കണേ. ബാക്കി സിനിമ വന്നിട്ട് എന്തായാലും എന്നെ പ്രതീക്ഷിക്കണ്ട, ഞാനത് കാണാൻ സാധ്യത വളരെ കുറവാണ്. മേ ബി ഞാൻ കാണും, നല്ല റിവ്യൂസ് ആണ് ഞാൻ കാണും. ഞാൻ പോയി തല വെക്കുന്നില്ല ഈ പടത്തിൽ. ഞാൻ ജനനായകൻ കാണാൻ പോണം. സോറി ഗായ്സ്, നല്ല ഊമ്പിയ ട്രെയിലർ. ശരി ഗായ്സ്, ബൈ. പ്രഭാസ് ഫാൻസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.